ഏവർക്കും സ്പോട്ടോപ്പിയയിലേക്ക് സ്വാഗതം. IPL 2024 എഡിഷൻ അങ്ങനെ പൊടിപൂരമായി നടക്കുകയാണ്. ആരൊക്കെ പ്ലേ ഓഫിലേക്ക് ഇടം നേടും എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നിലവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും മലയാളികളുടെ സ്വന്തം സഞ്ജു വി സാംസന്റെ ടീമായ രാജസ്ഥാൻ റോയൽസും പ്ലേ ഓഫ് ടിക്കറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള 2 ടിക്കറ്റുകൾ ആരൊക്കെ നേടും എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദോ, CSKയോ അതോ RCBയോ? എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ 3 ടീമുകളിലേക്കാണ്. ബാക്കിയുള്ള ടീമുകൾക്ക് സാധ്യത ഉണ്ടെങ്കിലും സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാക്കിയുള്ള 2 മത്സരങ്ങളും 100 റൺസിന് മുകളിൽ തോൽക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ടീമുകളെ നമുക്ക് വിട്ടുനിർത്താം. 4ാമതായി ടിക്കറ്റ് നേടുന്നത് CSK ആണോ അതോ RCB ആണോ? എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ഉറ്റുനോക്കുന്ന മത്സരമായിട്ട് നമുക്ക് ഈ മത്സരത്തെ കാണേണ്ടി വരും. CSKയെ സംബന്ധിച്ചിടത്തോളം വിജയം മാത്രം മതി അവർക്ക് പ്ലേ ഓഫ് ടിക്കറ്റ് ഉറപ്പിക്കാൻ. പക്ഷേ RCBയെ സംബന്ധിച്ചിടത്തോളം അത് മാത്രം പോരാ. നെറ്റ് റൺ റേറ്റിന്റെ ആനുകൂല്യം കൂടി RCBയെ തുണയ്ക്കേണ്ടതുണ്ട്. ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ 18 റൺസിന്റെ വിജയവും അതുപോലെ തന്നെ ചേസ് ചെയ്യുമ്പോൾ 11 പന്തുകൾ ബാക്കി നിൽക്കെയുള്ള വിജയവും RCB നേടേണ്ടതുണ്ട്. നിലവിലെ ഫോമിൽ RCBക്ക് അതത്ര അപ്രാപ്യമല്ല, കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് സ്പോട്ടോപ്പിയുടെ നിരീക്ഷണം. 8 മത്സരങ്ങൾ പിന്നിടുമ്പോൾ പ്ലേ ഓഫിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത ടീമായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്നുള്ളത്. പക്ഷേ 2ാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ തുടർച്ചയായ 5 വിജയങ്ങൾ ജയിച്ചുകൊണ്ട് അവർ പ്ലേ ഓഫിനുള്ള യാത്ര അവരും തുടങ്ങിയിരിക്കുകയാണ്. RCBയുടെ ടീം എടുക്കുമ്പോൾ വിരാട് കോഹ്ലി, ഡുപ്ലസി, രജിത് പട്ടിദാർ, ദിനേശ് കാർത്തിക്, മഹിപ്പാൽ ലോമറോർ, ക്യാമറൂൺ ഗ്രീനൊക്കെ മിന്നുന്ന ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വിൽ ജാക്സിന്റെ അഭാവം എന്തായാലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം വിൽ ജാക്സിന്റെ വിന്നിംഗ് ഹിറ്റുകൾ RCBയെ സംബന്ധിച്ചിടത്തോളം മിസ് ചെയ്യും എന്ന് തന്നെയാണ് സ്പോട്ടോപ്പിയുടെ ഒരു നിരീക്ഷണം. നമ്മൾ ബൗളിംഗ് സൈഡിലേക്ക് വരുമ്പോൾ യാഷ് ദയാലും മുഹമ്മദ് സിറാജും കരൺ ശർമ്മയും സ്വപ്നിൽ സിംഗും ഒക്കെ അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ടീമിന് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ RCBയെ തോൽപ്പിക്കുക എന്നുള്ളത് CSKയെ സംബന്ധിച്ചിടത്തോളം അതത്ര ചെറിയ കാര്യമല്ല. CSK ആകട്ടെ അതത്ര ഫോമിലൊന്നുമല്ല അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CSKയെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരിക്കും ഇത്. പ്രത്യേകിച്ച് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാനിരിക്കുന്നത് എന്ന ഘടകം കൂടി RCBയെ പിന്തുണച്ചേക്കാം. വിൽ ജാക്സിന് പകരം ക്ലെൻ മാക്സ്വെൽ തന്നെയായിരിക്കും ടീമിൽ ഇടം നേടുക. നിർണായക ഘട്ടങ്ങളിൽ മാക്സിയെ നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ചരിത്രം പരിശോധിച്ച മനസ്സിലാവുന്ന കാര്യമാണ്. എന്തായാലും മാക്സിയുടെ ഒരു വിന്നിംഗ് ഹിറ്റ് എല്ലാ RCB ആരാധകരും പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെ സ്പോട്ടോപ്പിയും പ്രതീക്ഷിച്ചിരിക്കുന്നു. പക്ഷേ ധോണി മുന്നിൽ നിന്ന് നയിക്കുന്ന CSKയും നമ്മൾ ചെറുതായി കാണേണ്ട കാര്യമില്ല, അവരെ എഴുതിത്തള്ളേണ്ട കാര്യമില്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.